ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ S25 അൾട്ര ഇറങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ S24 അൾട്ര വാങ്ങിക്കണോ S25 അൾട്ര വാങ്ങിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി ഞാൻ പറയാം ആക്ച്വലി S24 അൾട്ര വാങ്ങിച്ചാൽ മതി എന്നാണ്. ഇപ്പോൾ ആക്ച്വലി നമുക്ക് ആമസോണിൽ ഇതിന് പ്രൈസും കുറവാണ്. ഇപ്പോൾ 98 രൂപ 99 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങൾ ആമസോൺ ICICI കാർഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപ ക്യാഷ് ബാക്കും കിട്ടും ആമസോണിൽ. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 97-96 രൂപയ്ക്ക് നമുക്ക് ആക്ച്വലി S24 അൾട്ര നമുക്ക് ഇപ്പോൾ കിട്ടും. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് 3-4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ ധൈര്യമായിട്ട് വാങ്ങിക്കും. ഞാൻ ആക്ച്വലി എൻ്റെ ഈ ഫോണും ആമസോൺ ത്രൂ തന്നെ വാങ്ങിച്ചു. ഈ ഒരു ഇഷ്യൂ സംഭവം ആയിരുന്നു. വാങ്ങിക്കുമ്പോൾ സെല്ലർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ഒഫീഷ്യൽ സെല്ലർ വരുന്നത് സ്റ്റോക്ക് കുറവാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ഒഫീഷ്യൽ സെല്ലർ വരുന്നത് എക്സ്ക്ലൂസീവ് മൊബൈൽ സ്റ്റോറാണ്. S23 അൾട്ര കുറേ പേര് നോക്കിയപ്പോൾ ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് കിട്ടില്ല വാങ്ങിക്കാൻ. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവരുടെ മെയിൻ സെല്ലർ അല്ല കേട്ടോ, ഓതറൈസ് സെല്ലർ അല്ല. അപ്പോൾ അങ്ങനത്തെ സെല്ലറിൻ്റെ അടുത്ത് വാങ്ങിക്കാണ്ടിരിക്കുക, ഒരിക്കലും വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 2-3 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ആമസോണിൽ. പിന്നെ ഇത് 12GB 256GB മോഡലിനെ നമ്മൾ പറഞ്ഞിട്ടാണ് 98, 99 ആ റേഞ്ചൊക്കെ വരുന്നത്. ടൈറ്റാനിയം ഗ്രേ കളറും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. 2 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. S25 അൾട്ര ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. 1,30,000 എന്തായാലും സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ആകെ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ വൈഡ് ലെൻസും അതുപോലെ തന്നെ പ്രൊസസ്സറിലാണ് മെയിനായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ളത്. ബാക്കി ചേഞ്ചസ് വന്നിട്ടില്ല. കുറേ ഡൗൺ ഗ്രേഡും വന്നിട്ടുണ്ട്. പറയുമ്പോൾ നമ്മുടെ ഈ പെന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ഗ്രേഡും. ഞാൻ ആക്ച്വലി പെന്നൊക്കെ കുറവ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ബ്ലൂടൂത്ത് എന്തിനാണ് എടുത്ത് കളഞ്ഞേ? ഇത്രയും ചെറിയ ഒരു ബ്ലൂടൂത്ത് എടുത്ത് കളഞ്ഞാൽ അവർക്ക് എന്ത് ഇത് ലാഭിക്കാനാണ് എനിക്ക് മനസ്സിലായില്ല. സംഭവം കോസ്റ്റ് കട്ടിങ് ചെയ്താണോ അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ ആരും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനത്തെ ഒരു ഫീച്ചർ എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സംഭവം കോസ്റ്റ് കട്ടിങ് ചെയ്താണ്. എന്നിട്ടും പ്രൈസ് കുറഞ്ഞില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും കണ്ണും പൂട്ടി S24 അൾട്ര തന്നെ. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ S24 അൾട്ര തന്നെ വാങ്ങിക്കുള്ളൂ. S25 എന്തായാലും ഞാൻ വാങ്ങിക്കില്ല. ഒന്നാമത് S25 അൾട്രയുടെ ഡിസൈനും എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കാര്യം പറയുമ്പോൾ ഒരു A സീരീസ് ഫോണിനെ പിടിച്ച് വലുതാക്കി വെച്ച പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ 2 കണ്ണ് കൂടുതൽ കൊടുത്തു എന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒരു ചേഞ്ചസും ശരിക്കും നോക്കാം. നമ്മൾക്ക് ഇൻ ഹാൻഡ് ഫീലും കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇൻ ഹാൻഡ് ഫീലൊക്കെ നമുക്ക് പിടിക്കുമ്പോഴും ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു A സീരീസ് ഫോൺ പിടിക്കുന്ന പോലെ. എൻ്റെ മുമ്പ് ഞാൻ A സീരീസ് ഫോണാണ് ആക്ച്വലി സാംസങ്ങിൻ്റെ അവരുടെ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെയാണ് നമ്മൾ അല്ലട്ടാ, നമ്മൾ ഇതിന് മുമ്പ് S8 S9 ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ A സീരീസ് A53 A54 ഒക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, A54 A53 A55 ഒക്കെ ഒരു ഷേപ്പാണ് സാധനം. അതിൽ നിന്നൊക്കെ ഒരു വേറെ എന്താ വെച്ചാൽ നമുക്ക് നോർമൽ S23 ആയാലും S24 ആയാലും S25 ആയാലും ഇതേ ഷേപ്പ് തന്നെയാണല്ലോ. അപ്പം അതിൽ നിന്നുള്ള ഡിഫറൻസ് ആയിരുന്നു ശരിക്കും അൾട്ര, ഈ കട്ട ഡിസൈനും സംഭവങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും ഒരു മാറി നിൽക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. പക്ഷെ അത് മാറ്റിപ്പോൾ അത് സെയിം പോലെയാക്കി. ജസ്റ്റ് ഇത് ഹൈറ്റും കൂടുതലാണ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് S23 അൾട്രയുടെ ഡിസൈൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം കട്ട ഫോൺ തന്നെയായിരുന്നു. പറയുമ്പോൾ വലിയ കംഫർട്ടബിൾ ഒന്നല്ല എന്നാലും, പക്ഷെ ഒരു കണ്ടാൽ മനസ്സിലാവും ഇത് അൾട്രയാണെന്ന്. ഇപ്പോൾ അങ്ങനെ പണിയാണ്. നമ്മൾ ഈ കണ്ണ് 2 എക്സ്ട്രാ കണ്ണുണ്ടോ നോക്കി തപ്പി പിടിച്ച് നോക്കണം. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചാലും മറ്റത് എല്ലാവരും പറയും അത് അൾട്രയാണ്, S23 അൾട്ര അല്ലെങ്കിൽ S24 അല്ലെങ്കിൽ S22 അൾട്ര ആണെന്ന്. എന്നുവെച്ചാൽ അത്രയും ഡിസൈനാണ് ഭയങ്കര ക്ലിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ S25 അൾട്രയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? എനിക്ക് തോന്നുമ്പോൾ ഒരു 3/4 ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. എനിക്ക് തീരെ സാധനം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആക്ച്വലി S25 അൾട്രയ്ക്ക് മാറ്റിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. സാധനം ഇറങ്ങിയതും അപ്പം തന്നെ തീരുമാനിച്ചു വേണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു അപ്ഡേറ്റും ഇല്ല, ഡിസൈനും മലമ്പാക്കി, ഡൗൺഗ്രേഡും ചെയ്തു. ഇതെന്താണ് അത് എന്തൊരു ഉദ്ദേശിച്ചാവും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ S24 അൾട്ര എടുക്കാൻ നോക്കുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ആമസോണിൻ്റെ താഴെ കൊടുത്തിട്ടാ, മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ സെക്ടറിലും എന്താ പറയുക ആർക്കിടെക്ചർ സെക്ടറിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോൾ അടിച്ചാൽ മതിട്ടാ. അടുത്ത് കൊല്ലാണ്.